നന്നായിരുന്നല്ലേ? ഇന്ന് എന്റെ ക്യാച്ച് സൂപ്പർ ആയിരുന്നു അല്ലേ? അല്ലെങ്കിൽ നിക്കൊരു സിക്സർ അടിച്ച് കളി ജയിച്ചേനെ. അയ്യോ, എനിക്കിനി വയ്യ, ഒരടി നടക്കാൻ വയ്യ. എന്തെങ്കിലും കഴിക്കാൻ കിട്ടാതെ ഞാനിനി മുന്നോട്ടില്ല. ഒരു 10 മിനിറ്റ് കൂടി നടന്നാ നമ്മൾ വീട്ടിലെത്തും. വാ ബബ്ലു, എണീക്കേ. നോ രക്ഷ, വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. നിങ്ങൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ഫുഡ് കിട്ടുമെന്ന് അന്വേഷിക്കേ. സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കരുതെന്ന് മമ്മ പറഞ്ഞത് മറന്നോ? ഓ എന്റെ നിക്കേ, സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചില്ലെങ്കിൽ എന്റെ കാര്യം ഇപ്പൊ ഡേഞ്ചർ ആവും. ഓ, ഇവനെ കൊണ്ട് പോപ്കോൺ തിന്ന് ഫീൽഡ് ചെയ്ത് പോരാഞ്ഞിട്ടും ഇപ്പൊ വിശപ്പോ. അവന് വിശപ്പിന്റെ അസുഖമുള്ളതാ. അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്കും മിയ. നിങ്ങൾ ആ വീടൊന്ന് നോക്ക്, കണ്ടിട്ടൊരു റിച്ച് സെറ്റപ്പില്ലേ? നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ വീടാ. വാ നമുക്കൊന്ന് പോയി നോക്കാം. ഒരു ചിക്കൻ ബിരിയാണിയെങ്കിലും കിട്ടാതിരിക്കില്ല. എന്തൊരു പടുകൂറ്റം ബ്ലങ്കാവ്. അങ്കിൾ, ആന്റി, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ കിടന്ന് വിളിച്ചു കൂവാണ്ട് നീ ആ ബെല്ലടിക്കേ. ടെക്നോളജിയാ. ഹായ്, എന്ത് ഭംഗിയല്ലേ? ഇവിടെ ആരും ഇല്ലേ? എന്ത് വലിയ വീടാ. ഹായ്, എന്ത് വലിയ വീടാ. നമ്മളെ ക്യാമറയിൽ കണ്ടിട്ട് ആന്റി ഡോറ് തുറന്നതായിരിക്കും. ഏത് ആന്റി? ഇവിടത്തെ അങ്കിളിന്റെ ഭാര്യ. ഇവിടുത്തെ അങ്കിളിനെ നിനക്കറിയോ? അത് ആന്റിക്ക് അറിയാലോ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അയ്യോ ഗൈസ്, ഇത് ടെക്നോളജി ഒന്നുമല്ല. We are trapped. നമ്മൾ പെട്ടു ഗൈസ്. അയ്യോ, ഇനി എന്താ ചെയ്യാ? ഷെയർമാനെ വിളിക്കേണ്ടി വരുമോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ എപ്പോഴും ഷെയർമാനെ വിളിക്കുന്നത് മോശമല്ലേ? ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. കാട്ടയ്ക്ക് എന്റെ കൂടെ നിന്നാ മതി. ഓക്കെ, നീ പറ, ഇനി എന്താ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ? നേരെ കിച്ചൺ ലക്ഷ്യം വെച്ച് നടക്കും. അവിടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതും അകത്താക്കി പതുക്കെ പുറത്തേക്കുള്ള വഴി നോക്കും. ഓ എന്റെ ബബ്ലു, ഭക്ഷണം പിന്നെ കഴിക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് രക്ഷപ്പെടാം. എനിക്ക് പേടിയാവുന്നു. എന്തിനു പേടിക്കണം? ഈ ബബ്ലു ഇല്ലേ കൂടെ? അയ്യോ, കറണ്ട് പോയി. വാ, നമുക്ക് പോവാം. എനിക്ക് പേടിയാവുന്നു. ബബ്ലു ഇവിടെ. ബബ്ലു, ബബ്ലു. നമ്മൾ ഫ്രിഡ്ജ് കണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. ഒരു പെട്ടി ഐസ്ക്രീം എങ്കിലും കാണാതിരിക്കില്ല. അയ്യോ അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഷെയർമാനെ വിളിക്കാന്ന്. ഫ്രിഡ്ജിൽ എന്താ? വാ, നമുക്ക് പോയി നോക്കാം. അയ്യോ, നമ്മുടെ ഷെയർമാൻ. അയ്യോ, ഇത് ഒറിജിനൽ ഷെയർമാൻ അല്ല. വാ, നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. നമുക്ക് ഷെയർമാനെ വിളിക്കാം. ഷെയർമാൻ! ഓ, ഇത്ര ഉറക്കെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒറിജിനൽ ഷെയർമാൻ തന്നെയാ. ഞാൻ വെറുതെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതാ. പേടിച്ചു പോയി. എന്നാലും ഇത് വല്ലാത്തൊരു ടെസ്റ്റ് ആയി പോയി. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ കുട്ടികൾ ഇതുപോലെ പരിചയമില്ലാത്ത സ്ഥലത്ത് പാരന്റ്സ് ഇല്ലാതെ പോരുതെന്ന്. ആ ബബ്ലുവിന്റെ പണിയാ. ഞാനും പറഞ്ഞതാ. അവന് ഭയങ്കര ധൈര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടാ. എന്നിട്ട് ബബ്ലു എവിടെ? അവന് വിശന്നിട്ട് വട്ടായെന്നാ തോന്നുന്നത്. എന്നാ നമുക്ക് ബബ്ലുവിന്റെ വിശപ്പ് ഇപ്പൊ തന്നെ മാറ്റിയേക്കാം.
share.